ഹായ് ഓൾ. എക്കോ എന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. രഞ്ജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത് ബാഹുൽ രമേശ് രചനയും ഛായാഗ്രഹണവും നിർവഹിച്ച് 2025 പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് എക്കോ. ഇതൊരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ്. കിഷ്കിന്ധ കാണ്ഡം, കേരള ക്രൈം ഫയൽസ് 2 എന്നിവയ്ക്ക് ശേഷം ബാഹുൽ രമേശിന്റെ അനിമൽ ട്രയോളജിയുടെ മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗമാണ് എക്കോ എന്ന ഈ സിനിമ. സന്ദീപ് പ്രദീപ്, വിനീത്, നരേൻ, ബിനു പപ്പു, സൗരഭ് സച്ചിദേവ് തുടങ്ങി ഒട്ടനവധി താരങ്ങൾ ഈ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട്. മലയാളികൾ അല്ലാത്ത കുറച്ച് താരങ്ങൾ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇനി സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, കാട്ടുകുന്ന് എന്നൊരു മലയും അവിടെ താമസിക്കുന്ന മ്ലാത്തിച്ചേട്ടത്തിയും അവരോടൊപ്പമുള്ള പിയൂസും ഒക്കെയാണ് ഈ സിനിമയിലുടനീളം നമ്മൾ കാണുന്നത്. കുറെ ദുരൂഹതകൾ ഈ സിനിമയിലുണ്ട്. സിനിമ മുന്നോട്ട് പോകുന്തോറും ഓരോ ദുരൂഹതകളും മാറ്റിക്കൊണ്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഒരു സ്ലോ ഫ്ലോയിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നതെങ്കിലും ഒരു ചെറിയ ലാഗ് പോലും നമുക്ക് ഫീൽ ചെയ്യാതെ പൂർണ്ണമായിട്ട് നമ്മളത് എൻഗേജ് ചെയ്ത് തന്നെയാണ് നമുക്ക് ഈ സിനിമ കാണാൻ പറ്റുന്നത്. ഇതിൽ അഭിനയിച്ച ഓരോരുത്തരുടെയും പെർഫോമൻസ് എടുത്തു പറയേണ്ടതുണ്ട്. ഓരോരുത്തരും അഭിനയിക്കുകയല്ല ജീവിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്ര നല്ല പെർഫോമൻസ് ആണ് ഓരോരുത്തരുടെയും പെർഫോമൻസ്. അതുപോലെ ഇതിൽ കുറച്ച് നായകളുണ്ട്. മനുഷ്യർക്കൊപ്പം തന്നെ ആ നായകൾ അഭിനയിച്ചിട്ടുണ്ട് എന്നതൊരു അത്ഭുതമാണ് നമുക്ക്. അത്ര പെർഫെക്റ്റ് ആയി ആ നായകൾ പോലും ഇതിൽ അവരുടെ സീനൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ സീനിൽ പോലും അവർ അഭിനയിക്കുകയാണ് എന്ന് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും തന്നെ നമുക്ക് ഇതിൽ ഫീൽ ചെയ്യില്ല എന്നത് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓരോ കാസ്റ്റും അത്ര പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ പെർഫെക്ഷൻ എടുത്ത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ലാസ്റ്റ് 10 മിനിറ്റൊക്കെ നമുക്ക് നല്ല രീതിയിൽ രോമാഞ്ചം വരുന്ന കുറെ സീൻസുകളുണ്ട്. ക്ലൈമാക്സ് ഒക്കെ ഹൈ ലെവലാണ്, വേറെ ലെവൽ എന്ന് പറയുന്ന ഒരു ക്ലൈമാക്സ് ആണ് ഇതിലവർ മേക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സിനിമയ്ക്ക് ഒരുപാട് അവാർഡുകൾ ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്ര പെർഫെക്റ്റ് ആയി ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. കാണാത്തവരും കാണാൻ ശ്രമിക്കുക. തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവി എന്ന് പറയാവുന്ന ഒരു മൂവിയാണ്. അപ്പോൾ അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.